ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു അഭിസുഷൻ. നമ്മളെല്ലാവരും ഫോണിൽ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മുടെ ബാറ്ററി പെട്ടെന്ന് ഡൗൺ ആവുന്നത്. നമ്മൾ എത്ര പുതിയ ബാറ്ററി അല്ലെങ്കിൽ പുതിയ ഫോൺ വാങ്ങിക്കഴിഞ്ഞാലും ബാറ്ററി പെട്ടെന്ന് ഡൗൺ ആവും അല്ലെ. അതുകൊണ്ട് നമുക്ക് ഒരു ദിവസം തന്നെ 2 പ്രാവശ്യമൊക്കെ റീചാർജ് ചെയ്യേണ്ട പ്രശ്നം വരുന്നുണ്ട്. അപ്പം അതിനുള്ള ചെറിയൊരു സൊല്യൂഷൻ, നിങ്ങൾ 1-2 സെറ്റിംഗ്സുകൾ, ഞാൻ 2-3 സെറ്റിംഗ്സുകൾ പറഞ്ഞുതരാം. അത് ചെയ്തു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് വളരെയധികം ബാറ്ററി ലാഭിക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം അതുപോലെ തന്നെ ഓരോരോ സെറ്റിംഗ്സുകൾ നിങ്ങളൊന്ന് മാറ്റം വരുത്തി കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് വളരെയധികം ബാറ്ററി ലാഭിക്കാൻ പറ്റും. അത് പറഞ്ഞു തരുന്നതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ കൊടുക്കാൻ മറന്നു പോകരുത്. നമ്മുടെ മൊബൈലിൽ നമ്മൾ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടാൽ, ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടാൽ അപ്പോഴേക്കും നമ്മുടെ ബാറ്ററി കൊണ്ട് തീർന്ന ഒരു പ്രശ്നം വരുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അത് പരിഹരിക്കാനുള്ള നല്ലൊരു മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതിനായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ്സിൽ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഗൂഗിളിൽ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ചെയ്യുക, ഓൾ സർവീസസ് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഓൾ സർവീസസ് അതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡിവൈസസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. എല്ലാവരും മനസ്സിലാക്കി ചെയ്യുക, ഡിവൈസസ് പറയുന്ന ഒരു ഓപ്ഷൻ. ഇവിടെ ഡിവൈസസ് നമുക്ക് ഇവിടെ കാണാം. സ്കാൻ ഫോർ നിയർ ബൈ ഡിവൈസസ് നമ്മൾ ഇത് ഓൺ ആയിട്ടാണ് കിടക്കുന്നത്. ഇങ്ങനെ ഓൺ ആയി കിടക്കുന്നത് കൊണ്ട് തൊട്ടടുത്തുള്ള കാര്യങ്ങളെല്ലാം അത് ഡിവൈസുകൾ ഉണ്ടോ എന്നുള്ളത് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അത് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ കണ്ടില്ല, അവൈലബിൾ ഫോർ നിയർ ബൈ ഡിവൈസസ്. ഇവിടെ എപ്പോഴും അത് ഡിവൈസിനെ സെർച്ച് ചെയ്ത് നമ്മുടെ ബാറ്ററി തീരുകയാണ്. ഇത് ചെയ്ത് വെച്ചാൽ നല്ല രീതിയിൽ നമുക്ക് ബാറ്ററി ലാഭിക്കാൻ പറ്റും. രണ്ടാമതായിട്ട് അടിപൊളി ഒരു ഓപ്ഷനും കൂടി ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതിനായി നമ്മൾ ചെയ്യേണ്ടത്, അഗൈൻ നമ്മൾ സെറ്റിംഗ്സിൽ തന്നെ നമ്മൾ ആ സെർച്ച് ഓപ്ഷൻ ഉണ്ടല്ലോ, ആ സെർച്ച് ഓപ്ഷനിലേക്ക് കയറുക എന്നുള്ളതാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും നമുക്ക് സെറ്റിംഗ്സിൽ ഇതിനുള്ള ഓപ്ഷനുകളൊക്കെ ഉണ്ട്, നമുക്ക് അറിയാത്തത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ അന്ന് സെറ്റിംഗ്സിൽ ഒന്ന് കയറി കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ആ സെർച്ച് ഓപ്ഷനിൽ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യുക. ഇവിടെ നമുക്ക് നിയർ ബൈ എന്നൊന്ന് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്യേണ്ടത് ലൊക്കേഷൻ എന്ന് കൊടുത്താലും മതി. നിയർ ബൈ കൊടുക്കാം, ഇവിടെ ആ നിയർ ബൈ കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കേണ്ട ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ലൊക്കേഷൻ എന്തെങ്കിലും ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാം. ഇവിടെ കണ്ടില്ലേ, നിയർ ബൈ കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് ഇവിടെ കണ്ട് വൈഫൈ സ്കാനിങ്ങും അതുപോലെ തന്നെ ബ്ലൂടൂത്ത് സ്കാനിങ്. ഇത് എപ്പോഴും നമ്മുടെ തൊട്ടടുത്തുള്ള വൈഫൈക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബ്ലൂടൂത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ സ്കാൻ ചെയ്ത് നമ്മളെ ബാറ്ററി നല്ല പോലെ തീർക്കുന്നുണ്ട്. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് രണ്ടും നമ്മളൊന്ന് ഓഫ് ചെയ്ത് വെക്കുക. നമുക്ക് അത്യാവശ്യമുള്ള സമയത്ത് വൈഫൈ വേണമെങ്കിൽ മാത്രം അത് ഓൺ ചെയ്ത് വെച്ചാൽ മതി, അത് സ്കാൻ ചെയ്ത് തന്നോളും. അല്ലാത്ത സമയങ്ങളിൽ ഇത് ഫുൾ ടൈം വർക്ക് ചെയ്ത് നമ്മളെ ബാറ്ററി തീർക്കുന്നുണ്ട്. ഇനി അതിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്, നമ്മൾ ആ സെറ്റിംഗ്സിൽ തന്നെ ഏറ്റവും മുകളിൽ സെർച്ച് ഓപ്ഷനിൽ നമ്മൾ അടുത്ത് ടൈപ്പ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രിന്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മളെ ഫോൺ നമ്മൾ പല ഓപ്ഷന് വേണ്ടിയിട്ട് പ്രിന്റ് നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു ഓപ്ഷനിലേക്ക് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമുള്ള സമയത്ത് മാത്രം ഇത് ഓൺ ചെയ്ത് വെച്ചാൽ, ഞാൻ ഓഫ് ചെയ്ത് വെച്ചാണ്. അപ്പൊ നിങ്ങളുടെ ഫോണിൽ നോക്കി നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ അത് ചെയ്യുക, ആ പ്രിന്റ് ഓപ്ഷൻ കൂടി ഡിഫോൾട്ട് പ്രിന്റർ എന്നുള്ള സർവീസ് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക. അതിനുശേഷം നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ബാറ്ററി പോകുന്ന ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതിനെ നമ്മൾ ചെയ്യേണ്ടത് സെർച്ച് ഓപ്ഷനിൽ ബാറ്ററി എന്നൊന്ന് ടൈപ്പ് ചെയ്യാം. ബാറ്ററി എന്ന് ടൈപ്പ് ചെയ്താൽ ബാറ്ററിയുടെ പല ഓപ്ഷൻസ് നമുക്ക് ഇവിടെ താഴെ വരുന്നുണ്ട്. അതിൽ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ഒരു സാധനമാണ്, നമുക്ക് ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇവിടെ കണ്ടില്ലേ, ഒപ്റ്റിമൈസ് ബാറ്ററി യൂസേജ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഇവിടെ നമുക്ക് കാണാം ഒപ്റ്റിമൈസ് ബാറ്ററി യൂസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള ആപ്ലിക്കേഷനുകൾ ഏതെല്ലാമാണോ നമ്മളുടെ ബാറ്ററി അനാവശ്യമായിട്ട് എടുക്കുന്നത് അതിന്റെ മേലെല്ലാം ഒന്നും വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒപ്റ്റിമൈസ് ബാറ്ററി എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ നല്ലപോലെ ബാറ്ററി ലാഭിക്കാം.